പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എന്റെ ഭാരങ്ങൾ മാറിപ്പോ, എന്റെ ശാപങ്ങൾ സൗഖ്യമായി, എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോ. എന്റെ ഭാരങ്ങൾ മാറിപ്പോ, എന്റെ ശാപങ്ങൾ സൗഖ്യമായി, എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 മെയ് മാസം 20-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നിങ്ങൾ വിശ്വാസത്തോടെ പറഞ്ഞാൽ പർവ്വതങ്ങൾ നീങ്ങും. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എന്നോടും നിങ്ങളോടും കേട്ട വചനത്തിനകത്ത് ദൈവം പറയുക, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതത്തോട് നിങ്ങൾ കൽപ്പിച്ചാൽ, മലയോട് നിങ്ങൾ പറഞ്ഞാൽ അത് അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുവാൻ തുടങ്ങും. വിശ്വസിക്കാമെങ്കിൽ പർവ്വത സമാനമായ വിഷയങ്ങളുടെ മേളിൽ ഇന്ന് പ്രഭാതത്തിൽ ചിലവർക്ക് ദൈവം ജയം കൽപ്പിക്കാൻ പോവുകയാണ്. ഞാൻ ഒന്നുകൂടെ ആത്മാവിൽ നിറഞ്ഞ് നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വിശ്വാസത്തിൽ പറയാത്തിടത്തോളം കാലം ചില പർവ്വതങ്ങൾ നീങ്ങത്തില്ല. ഹല്ലേലൂയ. വിശ്വാസത്തിൽ പറയാതെ ദൈവത്തിനത് ചെയ്യാൻ കഴിയത്തില്ല. എങ്കിൽ ഈ പ്രഭാതത്തിൽ പ്രാരംഭത്തിൽ തന്നെ മുമ്പോട്ട് പോകത്തില്ല, മാറത്തില്ലെന്ന് പറയുന്ന വിഷയങ്ങളെ നോക്കി നിങ്ങൾ വിശ്വാസത്തിൽ കൽപ്പിച്ചു തുടങ്ങിയാട്ടെ. നിങ്ങൾ പ്രവചിക്കാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ക്ലെയിം ചെയ്യാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും തുറക്കാത്ത വലിയ അത്ഭുതങ്ങൾ കാണുവാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങൾക്കൊന്നുകൂടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനം എന്നും ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നും യഹോവ അരുൾ ചെയ്യുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കരം ഉയർത്തിപ്പിടിച്ചൊന്ന് നന്ദി പറഞ്ഞുകൊണ്ട് വചനത്തെ സ്വീകരിക്കണം. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവോ, കർത്താവിൽ പ്രശസ്തനായ റെയ്നാർഡ് ബോങ്കെ തൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ ദൈവരാജ്യത്തിലെ പ്രോഡക്റ്റുകൾ മുഴുവൻ വാങ്ങണമെങ്കിൽ വിശ്വാസം അല്ലെങ്കിൽ ഫെയ്ത്ത് ഡിക്ലറേഷൻ എന്ന കറൻസി നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ കഴിയത്തുള്ളൂ. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പ്രോഡക്റ്റുകൾ വാങ്ങുവാൻ ഒറ്റ കറൻസിയാണ് ദൈവം വെച്ചിരിക്കുന്നത്. അത് ഫെയ്ത്ത് ഡിക്ലറേഷനാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിന് പ്രഖ്യാപനമാണ്. നിങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ പ്രഭാതത്തിൽ ചിലതിനെ അവകാശം പറയും. ഹല്ലേലൂയ. ഇതാ പ്രവാചകൻ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം എന്നോട് നിങ്ങളോട് പറയാണ്, അധരത്തിൻ്റെ ഫലം നിങ്ങൾ സൃഷ്ടിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാ അസാധ്യതകളുടെ നടുവിലും അധരത്തിൻ്റെ ഫലം സൃഷ്ടിക്കുവാൻ കഴിയും. കാരണം സദൃശ്യവാക്യക്കാരൻ 18:21 പറയുന്നു, മരണവും ജീവനും നിങ്ങളുടെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അതിനെ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. എന്നെ കേൾക്കുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളും ഇന്ന് അസാധ്യതകളുടെ നടുവിലായിരിക്കാം. ഒരുപക്ഷെ വിഷമത്തിൽ, ദുഃഖത്തിൽ, നിരാശയിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ ആത്മാവിൽ വിളിച്ചു പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം അത്ഭുതം ചെയ്യും, എൻ്റെ ദൈവം അത്ഭുതം ചെയ്യും.
ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് അതിനെ സ്വീകരിക്കണം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ, ദൈവത്തിൻ്റെ വലിയ കരം വെളിപ്പെട്ട് വരട്ടെ. ഞങ്ങൾ വിശ്വാസ കണ്ണിൽ അതിനെ സ്വീകരിക്കുകയാണ്. ദൈവമേ, അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ദൈവമേ, അങ്ങ് ചലിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയണമേ, വിശ്വാസത്തിൽ പറഞ്ഞാൽ മല നീങ്ങും. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ പച്ചവെള്ളം വീഞ്ഞായിത്തീരും. വിശ്വാസത്തിൽ നിങ്ങൾ പറഞ്ഞാൽ കാറ്റ് അടങ്ങും. ഹല്ലേലൂയ. കടൽ തിരമാലകൾ ശാന്തമായി മാറും. ഹല്ലേലൂയ. വിശ്വാസത്തിൽ അത്ഭുതങ്ങളെ നിങ്ങൾക്ക് വിളിച്ചു വരുത്തുവാൻ കഴിയും. ഒന്നുകൂടെ ആഴം ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അടുക്കൽ ചെന്ന് അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ നിന്ന് ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. 20-ാമത്തെ വാക്യം. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അത് കണ്ടപ്പോൾ അത്തി ഈ ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെ എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. 21-ാമത്തെ വാക്യം. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരാകയാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. പ്രിയരെ, യേശു കർത്താവ് അത്തിയോട് കൽപ്പിക്കുന്നതും അത്തി ഉണങ്ങിപ്പോകുന്നതും ആയ വചന പശ്ചാത്തലം എനിക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ അത് കണ്ട് ആശ്ചര്യപ്പെടുന്ന ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഞാൻ ചെയ്തത് നിങ്ങളും ചെയ്യും, ഞാൻ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും. വിശ്വസിക്കാമെങ്കിൽ ഇന്ന് എൻ്റെ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും നാവിൽ അധികാരം തന്നിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം ശ്രദ്ധിക്കാമെങ്കിൽ പിതാവായ ദൈവം സകലത്തിനെയും കൽപ്പിച്ചാണ് ഉണ്ടാക്കിയത്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഈ കാണുന്ന ആകാശത്തെയും ഭൂമിയെ സകലത്തെയും എൻ്റെ ദൈവം കൽപ്പിച്ചാണ് ഉണ്ടാക്കിയെങ്കിൽ നിൻ്റെ നാവിലും അതേ ഒരു അധികാരം, നീ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിൻ്റെ നാവിലും സൃഷ്ടിക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഈ പ്രഭാതത്തിൽ അത്ഭുതങ്ങൾ കാണട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ കാണുന്ന ഓരോ മക്കളും ഈ പ്രഭാതത്തിൽ സൂപ്പർ നാച്ചുറൽ കാണട്ടെ. സൂപ്പർ നാച്ചുറൽ മിറക്കിളിലേക്ക് ഇവരുടെ ജീവിതം വെളിപ്പെട്ട് വരട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ വിടുതൽ ഇന്ന് എന്നെ കാണുന്ന മക്കൾക്ക് വേണ്ടി അങ്ങ് ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഈ യൂട്യൂബ് ലിങ്കുകൾ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കടന്നു വരണമേ. ആമേൻ, ആമേൻ, ആമേൻ.